ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ സ്കിന്ന് തിളങ്ങാൻ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം മതി. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഇതെന്തോ ഒരു ക്രീമോ അല്ലെങ്കിൽ സിറമോ ഒക്കെ ആയിരിക്കും എന്നാണ് അല്ലേ. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതൊരു ക്രീമാണെന്ന്. പിന്നെ ഞാൻ ഈ ഒരു ഇൻട്രോയുടെ ഒന്നും ആവശ്യമില്ലെന്നായിരിക്കും നിങ്ങളിപ്പം വിചാരിക്കുന്നത്. പക്ഷെ നമ്മളൊരു പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്യുമ്പം അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണ്ടേ. അതിൻ്റെ ബേസിലാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി, അതായത് സ്പോട്ട്ലെസ് ആയിട്ടുള്ള ഒരു സ്കിൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഡേ ക്രീമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു ഡേ ക്രീമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഡേ ക്രീം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നൈറ്റിലൊന്നും നമ്മൾ AM and PM റൊട്ടീനിൽ അപ്ലൈ ചെയ്ത് പോകേണ്ട സംഭവമല്ല, ഡേ ടൈമിൽ മാത്രം അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ക്രീമിൻ്റെ ബെനഫിറ്റ് എന്ന് വെച്ചാൽ, നോർമലി എല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഡാർക്ക് സ്പോട്ട്, അല്ലെങ്കിൽ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ആക്നി സ്കാർസ്, ഇനി അതും അല്ലെങ്കിൽ സ്റ്റബ്ബേൺ പോലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഫെയ്ഡ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ തരും. ചിലർക്ക് പിങ്കിഷ് ആയിട്ടുള്ള ടിൻ്റൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്രീംസ് ഒക്കെ ഇഷ്ടമാണ്. അതായത് ഈ ഒരു ടിൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സംഭവം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്, പിങ്കിഷ് ടിൻ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പിങ്ക് കവറേജ് ആയിരിക്കും നമ്മുടെ ഫേസിന് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരു പിങ്ക് ടിൻ്റ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പിങ്കിഷ് ടച്ച് നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആവും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ. നമ്മുടെ പോൺസിൻ്റെ ഈ ഒരു ബ്രൈറ്റ് ബ്യൂട്ടീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇത് അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിൾ പ്രൈസിനാണ് അവൈലബിൾ. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. അറൗണ്ട് ഒരു 4 year ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഐറ്റം ഫോം നോക്കുകയാണെങ്കിൽ ക്രീമി ടെക്സ്ചറാണ്, പക്ഷേ ഭയങ്കര തിക്ക് ക്രീമി അല്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ അബ്സോർവ് ആവുന്നുണ്ട്. ഒട്ടും തന്നെ ഓവർ സ്റ്റിക്കി ഫീലൊന്നും ഇല്ല. മേ ബി ചിലപ്പോൾ ഇട്ട് കഴിയുമ്പോൾ ചെറുതായിട്ട് തോന്നും. നമ്മൾ ഈ ഒരു ക്രീം എടുക്കുമ്പോഴേ, അതായത് ഓവർ എമൗണ്ടിൽ നമ്മൾ എടുക്കരുത് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് സ്റ്റിക്കി ഫീൽ ഉണ്ടാക്കും. എപ്പോഴും നമുക്ക് വേണ്ട ഒരു പേഴ്സൈസ് എമൗണ്ട് ഡോട്ട് വൈസ് ഇട്ട് കൊടുക്കാൻ നമുക്കറിയാമല്ലോ നമ്മുടെ ഫേസിൽ എന്തുമാത്രം വേണമെന്ന്. ആ ഒരു രീതിക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ നല്ലൊരു അമേസിങ് ആയിട്ടുള്ള ലവബിൾ ആയിട്ടുള്ള ഒരു മൈൽഡ് ഫ്രാഗ്രൻസ് ഉണ്ട്. പോൺസിൻ്റെ ബോഡി ലോഷൻ ആണെങ്കിലും സിറംസ് ആണെങ്കിലും ക്രീംസ് ഒക്കെ ആണെങ്കിലും പണ്ട് മുതലേ നമുക്കറിയാം ഒരു അടിപൊളി എന്താ പറയുക, ഒരു റിഫ്രഷ് ലുക്ക് നൽകുന്ന നല്ലൊരു ഫ്രാഗ്രൻസ് ഇൻക്ലൂഡ് ആണെന്ന്. ആ ഒരു സെയിം ഫ്രാഗ്രൻസ് ഈ ഒരു പ്രൊഡക്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നല്ല രീതിക്ക് ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ ക്രീമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഡബിൾ ബ്രൈറ്റനിങ് ഫോമുലയാണ്. പിന്നെ ഇതിൽ വൈറ്റമിൻ B3 ഇൻക്ലൂഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫിനിഷ് നൽകുന്നുണ്ട് കേട്ടോ. സ്കിൻ എപ്പോഴും സ്മൂത്ത് ആൻഡ് സപ്പിളായിട്ട് യങ്ങായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് പോയാലേ ഉള്ളൂ ഈ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഡേ ക്രീം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, ഡേ ടൈമിൽ മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, AM and PM റൂട്ടീൻ അല്ല. അതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. ആഫ്റ്റർ ദാറ്റ് പാറ്ററി, പിന്നെ നമ്മളൊരു സിറം യൂസ് ചെയ്യുക. അതിനുശേഷം വേണം ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ മോയ്സ്ചറൈസർ ഇട്ടതിൻ്റെ പുറത്തല്ല നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. സിറം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് തന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ചെയ്യും. നമ്മുടെ അവിടെ ഒരു എന്താ പറയുക, സ്കിന്നിൽ ഒരു ബാരിയർ ആയിട്ടൊന്നും ആക്ട് ചെയ്യില്ല. മോയ്സ്ചറൈസർ എന്നൊക്കെ പറയുന്നത് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇങ്ങനത്തെ ബ്രൈറ്റനിങ് ക്രീംസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം എപ്പോഴും മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നൈറ്റ് ടൈമുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഡേ ടൈമിലാണ് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ. അതായത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസും ഡസ്റ്റൊക്കെ കാരണം നമ്മുടെ പോഴ്സ് ഒക്കെ ക്ലോഗ്ഡ് ഒക്കെ ആവും. സോ അത് കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. സോ അതിനൊക്കെ എതിരായിട്ട് ഫൈറ്റ് ചെയ്യാനും ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഈ ഒരു ഡേ ക്രീം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിന് ആ ഒരു നാച്ചുറൽ ഗ്ലോയും പിങ്കിഷ് ടോണൊക്കെ പ്രൊവൈഡ് ചെയ്ത് നന്നായിട്ട് യങ് ആൻഡ് യൂസ്ഫുൾ ഒക്കെ ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ക്രീം തന്നെയാണ് ഈ ഒരു പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി. ഈ പേരിൽ തന്നെയുണ്ട് ബ്രൈറ്റ് ബ്യൂട്ടി എന്ന്. പിന്നെ ഇതേപോലത്തെ ക്രീംസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഇത് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോർമൽ സ്കിൻ, അതായത് നോർമൽ സ്കിന്നിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഓയിലി സ്കിന്നായിട്ട് കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്കൊരു പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ, കുറച്ച് ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ നമ്മൾ നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് മാത്രം അപ്ലൈ ചെയ്യുക. ഓവറായിട്ട് അപ്ലൈ ചെയ്താൽ ആ മെഴുമെഴുപ്പ് നിന്നിട്ട് നമ്മുടെ പോഴ്സൊക്കെ ക്ലോഗ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് കാരണം പിമ്പിൾസ് പെട്ടെന്ന് വരും.
നോർമൽ സ്കിന്നുകാരാണെങ്കിലും ഓവറായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. എപ്പോഴും വേണ്ട നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് മാത്രം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ നന്നായിട്ട് ജെന്റിലി മസാജ് ഓവർ ചെയ്യുക. ഈ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആയെന്ന് ഉറപ്പ് വരുന്നിടം വരെ. അതോടൊപ്പം തന്നെ കുറച്ച് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് ഓവറായിട്ട് അപ്ലൈ ചെയ്താലേ ഇത് ബ്ലെൻഡ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഓവറായിട്ട് സ്റ്റിക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഭയങ്കര ഒരു ഒട്ടിപ്പിടുത്തം ഫീൽ ചെയ്യും. എന്തോ നമ്മുടെ സ്കിന്നിലിട്ട് ഭയങ്കര കടികട്ടി ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പർ വേയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പാച്ച് ടെസ്റ്റ് റെക്കമെൻഡഡ് ആണ്. സോ മേ ബി ചിലപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർ യൂസ് ചെയ്യുമ്പോൾ ബ്രൈറ്റനിങ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ, അതായത് അവരുടെ സ്കിന്നിന് ചില തരത്തിൽ എന്താ പറയുക, ചില ഇൻഗ്രീഡിയൻസ് ഒന്നും പറ്റിയെന്ന് വരില്ല, പല തരത്തിൽ എഫക്റ്റ് ചെയ്യും. ബേണിംഗ് സെൻസേഷൻ, ഇച്ചിങ്, ഇറിറ്റേഷൻസ്, റെഡ്നെസ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ മറ്റ് സ്കിൻ ടൈപ്പുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പം സെൻസിറ്റീവ് അവർക്ക് പെട്ടെന്ന് അറിയും. അതുകൊണ്ടിട്ടാണ് പാച്ച് ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇൻ കേസ് എന്ത് ക്രീം ആണെങ്കിലും, അതായത് എന്ത് ഫെയർനെസ് ക്രീംസ് ആണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ദയവ് ചെയ്ത് ഓവർ ചൂടോ അല്ലെങ്കിൽ നമ്മൾ വെയിലത്തൊന്നും പുറത്തൊന്നും പോകാൻ പാടില്ല. ഇത് അപ്ലൈ ചെയ്താൽ നമ്മൾ നല്ല രീതിക്ക് കെയർ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആയെന്ന് നമുക്ക് ഉറപ്പ് വരുന്ന സമയത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡേ ടൈമാണ് നിങ്ങൾ ഷുവറായിട്ടും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. അതും കൂടെ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, യൂണിസെക്സ് ആണോ നോക്കുകയാണെങ്കിൽ ഫോർ വിമൻ എന്നാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു 18 വയസ്സൊക്കെ ഉള്ളവർ തൊട്ടിട്ട് യൂസ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ടീനേജേഴ്സ് ഒന്നും ഓവറായിട്ട് യൂസ് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ അത്യാവശ്യം നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി മതിയാവും, ഈ ഒരു ബോട്ടിലുള്ളത് മതി. ഇതെനിക്ക് തോന്നുന്നു 23 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ബെനിഫിറ്റ് നൽകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്ത് ഡേ ക്രീം യൂസ് ചെയ്താലും നിങ്ങൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ റുട്ടീനും കൂടെ ഫോളോ അപ്പ് ചെയ്ത് പോകാം. അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഡേ ക്രീം ഉണ്ടല്ലോ, ബ്രൈറ്റ് ക്രീം ഉണ്ട്, നല്ല രീതിക്ക് ബ്രൈറ്റ്നസ് കിട്ടും എന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അതായത് നമ്മൾ സ്കിൻ കെയർ റുട്ടീനും കൂടെ നല്ല രീതിക്ക് പ്രോപ്പർ വേയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് പോയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതേപോലത്തെ ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു എഫക്റ്റ് അല്ലെങ്കിൽ നല്ല രീതിക്ക് റിസൾട്ടൊക്കെ നമ്മുടെ സ്കിന്നിൽ കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരു കെയറും ഇല്ലാണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ്നസ് ഒക്കെ കൊണ്ടുവരുമെന്ന് വിചാരിച്ചിരുന്നാൽ അതൊരു മണ്ടത്തരം മാത്രമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പിന്നെ കോഷൻ വൈസ് നോക്കുകയാണെങ്കിൽ കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ. അതോടൊപ്പം തന്നെ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഏരിയയിലൊന്നും നമ്മൾ ഇതേപോലത്തെ ക്രീംസ് ഒന്നും നമ്മൾ സ്റ്റോർ ചെയ്യാൻ പാടില്ല. എപ്പോഴും കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിലായിട്ടുള്ള ഒരു ഷെൽഫ് ഏരിയയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇനിയത്തെ കാര്യം ഈ ഒരു ക്രീമിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടൊരു കാര്യമാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതായത് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് ആൻഡ് സ്കിൻ കണ്ടീഷന് സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ചൂസ് ചെയ്യുക. ആ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ കുറച്ച് ഡാർക്ക് സ്പോട്ട്, അത് മറ്റൊന്നുമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റെറ്റിനോൾ യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് ഓരോ സ്റ്റേജസിലായിരിക്കും റെറ്റിനോളിൻ്റെ എഫക്റ്റ് നമുക്ക് വരിക. അപ്പോൾ ആദ്യമേ തന്നെ ഇതേപോലത്തെ ഇങ്ങനെ സ്കാസും പോലെ, അതായത് പിമ്പിൾസ് ഒക്കെ വരും. അതൊക്കെ ഓൾമോസ്റ്റ് ക്യൂറായി പോയി. ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത്രത്തോളം ഇല്ല കേട്ടോ. അതിന് ശേഷമാണ് ആ ഒരു റെറ്റിനോളിൻ്റെ എക്സാക്റ്റ് ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിൽ വരിക. സോ അതുകൊണ്ടിട്ടാണ് ഇൻ കേസ് ഇതൊന്നും യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഭയങ്കര ആക്നീസ് അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ ഉണ്ട്, പോഴ്സ് ഒക്കെ ഭയങ്കര എൻലാർജ്ഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പോഴ്സ് മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ആക്നീസ് അല്ലെങ്കിൽ പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിങ്ങളിപ്പം ഓയിലി സ്കിന്നാണ്, നിങ്ങൾ പോയിട്ട് ഭയങ്കര ഹൈപ്ഡാണ്, വൈറലാണ് ആ ഒരു പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആണെങ്കിലും നമ്മളത് ചൂസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇപ്പോൾ ഓയിലി ആണെങ്കിൽ ഓയിലിക്കാർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നോർമൽ സ്കിന്നോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നോ പോലെ ആവില്ല അവരുടെ സ്കിൻ ടൈപ്പ്. സോ അവർക്ക് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. ഈവൻ ദോ ഒരു മോയ്സ്ചറൈസർ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് നോർമലി ക്രീം ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടില്ല. ഒരു മെഴുമെഴുപ്പും ഓയിൽനെസ് ഒക്കെ ഭയങ്കര കൂളായിരിക്കും. പോഴ്സ് ഒക്കെ ക്ലോഗ്ഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂളാണ്. അപ്പോൾ നമ്മളെപ്പോഴും എങ്ങനത്തെ ടൈപ്പ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടി, ജെൽ ബേസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഒരു സൺസ്ക്രീൻ ആണെങ്കിൽ പോലും നമ്മൾ ഫ്ലൂയിഡ് ബേസ് ആയിട്ടുള്ള ജെൽ ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഓൾറെഡി ഓയിൽസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ കുറച്ചൊന്ന് ഡാർക്കർ ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. മറ്റ് സ്കിൻ ടൈപ്പ് വെച്ച് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ മെലാനിൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറച്ച് കൂടുതലായിരിക്കും ഓയിലി സ്കിന്നുകാർക്ക്. സോ അങ്ങനെയുള്ളപ്പോൾ ഒരു മെലാനിൻ പ്രൊഡക്ഷനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. നമ്മുടെ സ്കിന്നൊന്ന് ഡാർക്കർ ആക്കാണ്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ചൂസ് ചെയ്യുക.
അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് പ്രൊഡക്ട്സ് ചൂസ് ചെയ്താലും ഓരോരുത്തരുടെയും സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പോൺസിൻ്റെ ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ക്രീം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി.